ഹലോ ഹായ്, ഞാൻ പാണ്ടിക്കണ്ണ ഡ്രഗ്സാണ്. പുതിയൊരു വീഡിയോയാണ് ഇത്. മറ്റേ പൈപ്പും ട്യൂബൊക്കെ വളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ഇതാണ് ഈ പൈപ്പും ട്യൂബൊക്കെ. നമ്മൾ ഈ ആർച്ചൊക്കെ പണിയാനായിട്ട് നമ്മൾ വളയ്ക്കത്തില്ലേ, ഈ ആർച്ചും ബാക്കിയുള്ള കാർഷഡൊക്കെ മോഡലായിട്ട് പണിയാനായിട്ട് വളയ്ക്കുന്ന ഒരു സിസ്റ്റം. വേണ്ട, ആ രണ്ട് വീലിണൊക്കെ കിടക്കുന്നുണ്ട, അതിനകത്താണ് ഈ ട്യൂബ് എന്ന് പറഞ്ഞാൽ പൈപ്പും ട്യൂബ് എന്നൊക്കെ ഒന്നും പറയുന്നത്. അതിനകത്ത് അത് വളയ്ക്കുന്നത് വേണ്ട. അത് വീലുണ്ട, ട്രെയിനിൻ്റെ മറ്റേ വീലിണക്കിരിക്കാനത്. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പതുക്കെ ലെവൽ ചെയ്ത് ചിരിയായിട്ട് വളച്ചെടുക്കും. കറക്റ്റ് ലെവലായിരിക്കും അത്. എന്നുവെച്ചാൽ കുറേ വളച്ചെടുക്കും. നമുക്കാണ് വളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് വളച്ച് ക്ലിയർ ആക്കാനായിട്ട് ഒരു കാർ ഷെഡ് പണിയാനായിട്ട് കൊണ്ടുവന്നത് നമുക്ക് തന്നെ വളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അറ്റത്ത് കാണുന്നുണ്ട, ആ റിങ്ങണക്ക് റാണൊക്കെ വെച്ചേക്കുന്നത്, അത് അവിടെ നിന്ന് വളച്ചാണ്. അതും ഇവിടെ നിന്നാണ് വളച്ചത്. പിന്നെ അതിനൊക്കെ തന്നെ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഷീറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, ഷീറ്റ് അടിക്കുന്നത്. ആ ഷീറ്റിൻ്റെ കോയിലാണ് ഇതാ ഈ കാണുന്നത്. ഈ കാണുന്നുണ്ട്, റൗണ്ട് ടൈപ്പ് വലിയ കോയിലിട്ടാണ് വയ്ക്കുന്നത്. ഇങ്ങനെ വളഞ്ഞു വരും. ഈ താഴെ കിടക്കുന്ന നമുക്ക് വളച്ചിട്ടേക്കുന്നതാണ് പണിയാനായിട്ട്. കുറേ ഉണ്ട് ഈ കമ്പനി. അതാ അടിക്കി വെച്ചേക്കുന്നത് മൊത്തം ഈ പൈപ്പ് മൊത്തം വളച്ചാണ്. ഈ പൈപ്പ് മൊത്തം വളച്ചാണ്. ഇങ്ങനെ വളർത്തി വരും. കറക്റ്റ് അളവായിരിക്കണം. 3 പേര് ചേർന്നാണ് ഇത് ആ ലെവൽ എടുക്കുന്നത്. ഭയങ്കര ഒരു ഫാക്ടറിയാണിത്. ഷീറ്റും മറ്റേ പൈപ്പൊക്കെ വളയ്ക്കുന്ന ഭയങ്കര ഒരു ഫാക്ടറിയാണിത്. ഏത് സൈസിൽ വേണമെങ്കിലും ഏത് കനത്തിൽ വേണമെങ്കിലും ഉള്ള പൈപ്പ് ഒരു വളച്ച് ക്ലിയറാക്കി തരും. നമുക്ക് എത്ര ആവശ്യമുണ്ടോ ഇത് വളച്ച് നമുക്ക് പണിയിട്ടൊക്കെ രീതിയിൽ, മോഡലായിട്ട് രീതിയിലൊക്കെ പണിയത്തില്ലേ, ആ ഒരു രീതിയിൽ അത് കറക്റ്റ് വളച്ച് റെഡിയാക്കി തരും. എന്താ ഇങ്ങനെയൊക്കെ വളയ്ക്കുന്നത് കണ്ട ഈ കാണുന്നുണ്ട്, ഈ 3 എണ്ണം. ഇത് ഓരോ സൈസാണിത്. എത്ര വലിയ സൈസായ സൈസിനെ കത്തിച്ച് വളയ്ക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് ഒരു പീസ് എടുക്കാനായിട്ട് കുറേ സമയം എടുക്കും. ഈ പീസ് വളച്ചെടുക്കാനായിട്ട്. അങ്ങനെ കോയിൽ കിടക്കുന്നുണ്ട് റൗണ്ട്. ആ കോയിലാണ് ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ടോ. കുറേ സമയമായി. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സമയം എടുക്കുന്നത് ആ വളയ്ക്കുന്ന, ആ വളയ്ക്കുന്ന കറക്റ്റ് ക്ലിയർ അല്ലെങ്കിൽ പണിയുമ്പോൾ കറക്റ്റ് ലെവൽ ഇടത്തില്ല. ഇത് കണ്ട ഈ ഇരിക്കുന്ന ഇതേ സെയിം ലെവലായിരിക്കും. ഇതും വളയ്ക്കുന്ന ഒരു മിഷീനാണ് കാണുന്നത്. പിന്നെ അത് ഞാൻ നേരത്തെ കാണിച്ച കണക്ക് പിന്നെ അത് വളച്ചെടുത്ത് തീർന്നു. അത് വളച്ചെടുത്ത് തീർന്ന് പിന്നെ ഇന്നൊരു വീഡിയോയിൽ കാണാം കേട്ടോ.